ഓക്കെ. സമൂഹത്തിലെ അതിവിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ ബഹുമാനമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഇത് ഭാരതീയ പ്രസിദ്ധ ഇഫ്താർ ഞങ്ങളുടെ 14ാമത്തെ നോമ്പിന്ന് പൂർത്തിയാവുകയാണ്. വിശുദ്ധ റമദാൻ ഒരു അത്ഭുതമാണ്. റമദാൻ മാസത്തിന് തൊട്ട് മുമ്പ് ലോകത്തെ 800 കോടിയിലധികം മനുഷ്യർ എല്ലാവരും ഒരുപോലെ ഭക്ഷണം കഴിച്ചിരുന്നു, പാനീയം കുടിച്ചിരുന്നു. റമദാൻ മാസത്തിൽ സർവശക്തൻ ആകാശത്തൊരു ചെറിയ അടയാളം, ഒരു അമ്പിളിക്കല കാണിച്ചു കൊടുത്തപ്പോൾ ഒറ്റയടിക്ക് 240 കോടി മനുഷ്യരുടെ ജീവിതത്തിലൊരു വലിയ വ്യത്യാസമുണ്ടായി. അവർ ഏതാണ്ട് 13.5 മണിക്കൂർ സമയം നമ്മുടെ കേരളത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, പാനീയം ഉപേക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ കടുത്ത ചൂടുകാലത്ത് ഡോക്ടർമാരെല്ലാം സാധാരണ വെള്ളം കുടിച്ചാൽ പോരാ, ഉപ്പിട്ട കഞ്ഞിവെള്ളമോ ഓരോ വെള്ളമോ ഉപ്പിട്ട് കുടിക്കണമെന്ന് പറയുന്ന സമയത്താണ് ഉമിനീര് പോലും സൂക്ഷിച്ച് 13.5 മണിക്കൂർ ഞങ്ങൾ കഴിച്ചു കൂടുന്നത്. ഇതൊരു അത്ഭുതമാണ് സഹോദരങ്ങളെ. മതം എന്ന് പറയുന്നത് 2 ഘടകമാണ്. ഏത് മതമാണെങ്കിലും ഒന്ന് സർവേശ്വരയിലുള്ള വിശ്വാസം, 2 ആ സർവേശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള സൽക്കർമ്മങ്ങൾ. ആടുജീവിതം പൂർത്തിയാക്കിയപ്പോൾ പൃഥ്വിരാജ് സംഗീത സംവിധായകൻ A.R. റഹ്മാനോട് ചോദ്യം ചോദിച്ചു, ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച നജീബ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല? ആരാണെങ്കിലും മരണത്തെ മാടി പിടിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യക്ക് മുതിർന്നില്ല? A.R. റഹ്മാൻ കൊടുത്ത ഒരു മറുപടിയുണ്ട്. നജീബ് ഇസ്ലാം മത വിശ്വാസിയാണ്, സർവശക്തനിൽ വിശ്വസിക്കുന്നവനാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ആത്മഹത്യ മഹാപാപമാണ്. ജീവൻ തന്നവൻ മാത്രമേ ജീവൻ എടുക്കാൻ അവകാശമുള്ളൂ. പേനയ്ക്ക് സ്വയം ഫുൾസ്റ്റോപ്പ് ഇടാൻ അധികാരമില്ല, കഴിയില്ല. പുഴയ്ക്ക് പിന്നെ ഒഴുക്ക് സ്വയം നിർത്താനാവില്ല. സഹോദരങ്ങളുടെ എല്ലാ മതങ്ങളിലും സർവശക്തനുള്ള വിശ്വാസം. ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ഒരു മഹാശക്തിയുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ ഈശ്വരനെന്നും ദൈവമെന്നും വിളിക്കുന്നു. ക്രൈസ്തവ സുഹൃത്തുക്കൾ യഹോവയെന്നും കർത്താവെന്നും വിളിക്കുന്നു. മുസ്ലിമീങ്ങൾ പടച്ചവനെ അല്ലാഹു എന്ന് വിളിക്കുന്ന ഒരു മഹാശക്തി. നാമങ്ങൾ പലത്, നാമധാരി ഒന്ന്. പേരുകൾ പലത്, പേരുകാരൻ ഒന്ന്. കാണപ്പെട്ടില്ല, കാണപ്പെട്ടില്ല, കാണും തിറവോടതിന് കണ്ണില്ല, കൈയില്ല, ആണല്ല, പെണ്ണല്ല, അണുവും അണവുമില്ല, ആദിയില്ല, അന്ത്യമില്ല. ഇക്കാണും ബ്രഹ്മാണ്ട കോടി കപട നടന കലാശാലിയാണ് എന്റെ ദൈവം. നോ ഷേപ്പ്, നോ ഫോം, നോ സ്ട്രക്ചർ, നോ ക്യാരക്ടർ ഓഫ് എനി ക്രിയേറ്റർ. ഈസ് omnipotent, omnipotent and omniscient. ആ മഹാശക്തിയിലുള്ള ദൃഢമായ വിശ്വാസമാണ് എല്ലാ മതങ്ങളുടെയും കാതൽ. ആ വിശ്വാസത്തിനനുസരിച്ച അനുഷ്ഠാനമാണ് രണ്ടാമത്തേത്. വിശദീകരിക്കാൻ സമയമില്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപസമീപേ വാസമാണ്. സർവേശ്വരന്റെ അടുത്തിരിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ നായകനായ ജഗദീശ്വരന് ഭക്ഷണമില്ല, പാനീയമില്ല. ആ സ്വഭാവം നോമ്പിലൂടെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ആ സർവേശ്വരന്റെ അടുത്തിരിക്കണമെങ്കിൽ പാപങ്ങളെല്ലാം ഉപേക്ഷിക്കണം. പരിശുദ്ധനാണ് സർവേശ്വരൻ, പരമപവിത്രനാണ്. അവിടുത്തെ സമീപത്ത് ചേർന്ന് നിൽക്കണമെങ്കിൽ നാം പാപങ്ങൾ ഒഴിവാക്കണം. പ്രവാചകൻ പറഞ്ഞ, മനുഷ്യ നീ നോമ്പെടുക്കുമ്പോൾ നിന്റെ കണ്ണും കാതും നോമ്പെടുക്കട്ടെ, കാലും കൈയും നോമ്പെടുക്കട്ടെ. വെറും വിശപ്പും ദാഹവും അല്ല വ്രതം എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് മാത്രം പോരാ, മനുഷ്യന് ഇന്റർനെറ്റും വേണം. ആ വിശ്വാസവും സൽക്കർമ്മവും. രണ്ടാമത്തേത് സ്വന്തം സഹോദരനെ ചേർത്ത് നിർത്തുക. മനുഷ്യനും തമ്മിലുള്ള ബന്ധം, സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം. അതാണ് ഭാരതീയ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾക്ക് രോഗസഹായമായി, വീട് സഹായമായി എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ ശ്രീ ജയന്തൻ
മനുഷ്യനെ ചേർത്ത് നിർത്തുക. നാം എല്ലാം ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നമ്മളെല്ലാം പിതാവ് ആദമാണ്, മാതാവ് ഹൗവയാണ്. സോ നമ്മളെല്ലാം സഹോദരീ സഹോദരങ്ങളാണ്. ആ സ്നേഹബന്ധം പുതുക്കാനും പരസ്പരം സഹായിക്കാനും വേണ്ടിയുള്ള വേളയാണ് നോമ്പ്, വ്രതം, റമദാൻ, ഇഫ്താറൊക്കെ. ഈ സന്ദർഭം ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തുന്ന സാധുക്കളായ വൃക്കരോഗികൾക്ക് ഡയാലിസിസ് കൊടുത്തുകൊണ്ട് ഒരുപാട് സാന്ത്വന നൽകിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്ന ഭാരതീയ ട്രസ്റ്റിന് എല്ലാ ഭാവുകാശംസകളും നേരുന്നു. എല്ലാവർക്കും വിശുദ്ധ റമദാന്റെ സ്നേഹ ആശ്ലേഷണങ്ങൾ. നന്ദി, നമസ്കാരം. ഒട്ടുതന്നെ പ്രാർത്ഥനയ്ക്കായി ഇവിടെ ഇമാം സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രവാചകൻ ലോകത്ത് പകർന്നു നൽകിയ നന്മയുടെ, ശാന്തിയുടെ സന്ദേശം പരസ്പരം പങ്കുവെക്കുവാൻ സാധിക്കുന്ന ഇടങ്ങൾ, അതാണ് തിരുവനന്തപുരത്തെ ഇഫ്താർ വേദി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒടുവിലിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾക്കിടയിൽ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഏറ്റവും പ്രമുഖരായ സ്ഥാനാർത്ഥികളെ ഇതുപോലെ ഒരു സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ ഈ ഇഫ്താറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും സ്ഥലത്ത് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരുമെന്നാണ് ജയൻ പറയുന്നത്. നമ്മുടെ ഈ സംഗമം അത് പൊതുസമൂഹത്തിന് മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. വ്യത്യസ്തമായ ചേരികളിൽ ആശയപരമായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരുമിച്ചിരിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഈ രാഷ്ട്രീയ പ്രവൃത്തികൾക്ക് മുമ്പിൽ എൻ്റെ സ്നേഹം അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശശിധരൻ അദ്ദേഹത്തെ ആദരവോളം ക്ഷണിക്കുന്നു. നന്ദി. സുഹൃത്ത് കേരളം ജയൻ ഈ ഭാരതീയ ഫൗണ്ടേഷൻ്റെ പല അവസരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിലേക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇതുവരെ അദ്ദേഹത്തെ ഓണം ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചിട്ടില്ല. ഇഫ്താറിന് ക്ഷണിച്ച് നന്ദി പറയട്ടെ ജയൻ. എന്തായാലും ഇവിടെ നിങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നത് കണ്ടുകൊണ്ടോ ഒരു മതസൗഹാർദ്ദ വേദിയാണ്. നമ്മൾ ഇമാം ഇത്ര സൗകര്യമായി സംസാരിച്ചു. തൊട്ടടുത്ത് ഗുരുദത്ത സ്വാമി, നമ്മുടെ സ്വാമി നമുക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു രണ്ട് വാക്കിൽ ചേർത്താൻ ആഗ്രഹിക്കുന്നത്, ഈ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരും ഈ നഗരത്തിൽ ജീവിക്കുന്നുണ്ട്. ഇമാമെ താങ്കൾ അല്ലാഹുവിനെ കുറിച്ച് ഒരു ചിത്രം വരച്ചത് ഇതെന്നെയാണ് ഞങ്ങൾ ഹിന്ദു മതത്തിൽ പഠിക്കുന്നത്. ഇതെന്താണ്? നിർഗുണ ബ്രഹ്മൺ, രൂപമില്ല, വാസമില്ല, പുരുഷനല്ല, മഹിള അല്ല. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ നമുക്ക് അതിനൊപ്പം മനുഷ്യന്മാരുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയില്ല. അവർക്ക് ഇങ്ങനെയൊരു സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളുടെ ഋഷിമാർ സഗുണ ബ്രഹ്മം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ ഏത് രൂപത്തിലും നമുക്ക് വിചാരിക്കാൻ സാധ്യത പഠിപ്പിച്ചത്. പക്ഷെ അതിനൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, സ്വാമി വിവേകാനന്ദൻ നമ്മളെ എപ്പോഴും പഠിപ്പിച്ചൊരു കാര്യമാണ്. താങ്കളുടെ ഒരേ വാക്കുകൾ കഴിച്ചു, യഹോവയോ ജീസസോ അല്ലാഹു പറയുന്ന വ്യക്തിയോ അതോ സഹസ്രാന്ന് കാണുന്ന വ്യക്തിയോ നമ്മൾ പേരിൽ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ഒന്നെയാണ്. അദ്ദേഹം ശിവമഹിമ സൂത്രത്തെ കുറിച്ച് എപ്പോഴും പറയും. ചില നദികൾ മലയിൽ നിന്നും, ചില നദികൾ വാലിയിൽ നിന്നും, ചില നേരെയും ചില ചുണ്ടിലും ഒരേ സ്ഥലത്ത് എത്തുന്ന പോലെ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥന ഒരേ സ്ഥലത്തിലാണ് എത്തുക, ഒരേ ദൈവത്തിലാണ് എത്തുക. അതുകൊണ്ട് ആ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കൂട്ടായ്മയൊന്ന് കേരളം ജയൻ ഭാരതീയ ഫൗണ്ടേഷൻ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അതിനൊപ്പം നല്ല കാരുണ്യ പദ്ധതികൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇതിനൊപ്പം നമ്മളെല്ലാവരും കൂടി എല്ലാ മതത്തിൻ്റെയും തിരുവനന്തപുരം നിവാസികൾ നമ്മുടെ സൗഹാർദ്ദം, നമ്മുടെ സ്നേഹത്തിൻ്റെ ബന്ധപ്പെട്ടിട്ട് നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഇന്ന് ഈ ഇഫ്താറിന് നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ നോമ്പിനെ ബഹുമാനിച്ചിട്ട് അവരൊപ്പം ഇന്ന് ഈ നോമ്പ് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയത്. ഞാൻ ഒരിക്കലും കൂടി എന്നെ പങ്കെടുക്കാൻ സന്തോഷം പ്രഖ്യാപിച്ചിട്ട് എൻ്റെ വാക്ക് ചുരുക്കട്ടെ. നമസ്കാരം. NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം. ഭാരതീയ പ്രസ് സുഹൃത്ത്
ജയചന്ദ്രന് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് വളരെ നന്ദി. എൻ്റെ എല്ലാവർക്കും എൻ്റെ ഹോളി റമദാൻ ആശംസകൾ. ഇമാം സ്വാമിജിയും വളരെ വിസ്താരമായിട്ട് ഈ സീസണിനെ പറ്റി അവർ മുമ്പോട്ട് വെച്ചിരുന്ന അവരുടെ ഫീലിങ്സും വ്യൂസും ഞാൻ അതിനെ ഏറ്റവും റെസ്പെക്ട്ഫുള്ളി ആദരപൂർവ്വം ഞാനും അത് വിശ്വസിക്കുന്നു. ഞാൻ വളരെ വലിയ സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതൊരു നോമ്പ് ബ്രേക്കിംഗ്, നോമ്പിൻ്റെ തുറക്കുന്ന ഈ ഒരു ഹോളി ടൈമിൽ ഞാൻ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ആർട്ടി പ്രസ് അഭിനന്ദനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ നമസ്കാരം, നന്ദി, ജയചന്ദ്രൻ. രേഷ്മ രാമചന്ദ്രൻ.